ഇപ്പം ഞങ്ങളുള്ളത് എറണാകുളം കടമക്കുടിയിലാണ്. ഇന്നത്തെ ഔട്ടിംഗ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഈ കായൽ കഴിഞ്ഞ് അപ്പുറത്ത് പോയാലേ കടമക്കുടി എത്തുള്ളൂ. അപ്പോൾ വണ്ടികളൊക്കെ അപ്പുറത്ത് എത്തിക്കാൻ ഇവർ ചെറിയൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വണ്ടി അവിടെ കയറ്റിയതും പെട്ടെന്ന് ഒരു മഴ. അതിൽ കയറി എല്ലാവരും അതേപോലെ തന്നെ റിട്ടേൺ ഇറങ്ങി. അവിടെ അടുത്ത് പുതുതായിട്ട് പണിയണ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതിനകത്ത് കയറി ഞങ്ങൾ നിന്നു. അങ്ങനെ മഴ മാറി ഞങ്ങൾ നേരെ അപ്പുറത്തെത്തി. അപ്പുറത്തെത്തിയപ്പോഴും ഒരു അക്കടി പറ്റിയത്. ഞങ്ങളുടെ ഹെൽമെറ്റ് എടുക്കാൻ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് മറന്നുപോയി. അങ്ങനെ എന്നെ കുഞ്ഞിക്കിളീനെ ഇപ്പുറത്താക്കിയിട്ട് അവൻ നേരെ ഹെൽമെറ്റ് എടുക്കാനായിട്ട് നേരെ അങ്ങോട്ട്. ഹെൽമെറ്റ് എടുത്തുള്ള വരവാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. എന്താ ശരി. അങ്ങനെ ഞങ്ങൾ കടമക്കുടി എത്തി. വണ്ടി ഞങ്ങൾ അവിടെ നേരെ സൈഡ് ഒതുക്കി. ആക്ച്വലി ഞങ്ങൾ കടമക്കുടി എത്തിയപ്പോൾ ഷാപ്പിൽ കയറി ഫുഡ് അടിക്കാന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് ഓപ്പൺ ആയിരുന്നില്ല. അപ്പോൾ അവിടെ അടുത്തുള്ള ഒരു കടയിൽ കയറി ഫുഡ് അടിക്കാന്ന് വിചാരിച്ചു. അപ്പോഴേക്കും കുഞ്ഞിക്കിളിക്ക് വെച്ചിരുന്നു. ഞങ്ങൾ അവൾക്ക് വീട്ടിൽ നിന്ന് ഓൾറെഡി ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് അത് കൊടുത്ത് മാങ്ങയാണ്. അങ്ങനെ അവളുടെ ഫീഡിങ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ഭക്ഷണം എത്തി. കപ്പയും ബീഫും കപ്പയും മീൻകറിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഈ ഒരു ആംബിയൻസിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ അടിപൊളിയായിരുന്നു. ചെറിയ മഴക്കാറും ചെറിയ കാറ്റൊക്കെ ആയിട്ട് നൈസായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ദേ പിന്നെയും മഴ. അപ്പോൾ ആ കടയിലെ ചേച്ചി പറഞ്ഞ് കടയുടെ അകത്ത് കയറി ഇരുന്നോളാൻ. അങ്ങനെ മഴ മാറിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. മീൻകറിയായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടമായി. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നോക്കുമ്പോൾ ഒരാൾ മസാല മുട്ടയിട്ട് വരണേ. അങ്ങനെ അതും കഴിച്ച്. ഞാൻ കഴിക്കുന്ന വീഡിയോ എടുത്തില്ല, അവൻ കഴിക്കുന്ന വീഡിയോ എടുത്തു. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ച് ഞങ്ങൾ അവിടെ ഇരുന്നു. ഇനി അവിടെ ഇരുന്ന് അടുത്ത മഴ കിട്ടുമെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഒരു 8 മണിയായപ്പോൾ കലൂർ മെട്രോ സ്റ്റേഷൻ ഷെയ്ക്ക് കുടിക്കാൻ കയറി. അവിടെ എത്തിയപ്പോൾ കുഞ്ഞിക്കിളിക്ക് വിശന്നു. അങ്ങനെ അവളെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഷേക്ക് എത്തി. ഞാൻ ഓറിയോ ഷേക്കും അവൻ ബ്ലൂബെറി ഷേക്കാണ് ഓർഡർ ചെയ്തത്. അത്യാവശ്യം തിക്ക് നല്ല ക്വാണ്ടിറ്റി തന്നെ അവിടെ നിന്ന് കിട്ടാറുണ്ട്. എല്ലാ ഷേക്കിനും 49 റുപ്പീസേ അവിടെ ഉള്ളൂ. അങ്ങനെ അതിനുശേഷം ലോഡഡ് ഫ്രൈസും കൂടെ ഓർഡർ ചെയ്തു. എനിക്ക് ലോഡഡ് ഫ്രൈസ് കാര്യമായിട്ട് ഇഷ്ടമായില്ല, പക്ഷെ പുള്ളി കഴിച്ചു. ലോഡഡ് ഫ്രൈസും ഇവിടെ 59 റുപ്പീസേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വിട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.